ഗാന്ധാരി പാർട്ട് 3. പാണ്ഡവർ വീണ്ടും തോറ്റു. യുധിഷ്ഠിര, നീ വീണ്ടും തോറ്റു. നിന്റെ ധർമ്മനിഷ്ഠ തെളിയിക്കാനിതാ ഒരവസരം. ഉടൻ വനവാസത്തിനിറങ്ങിക്കോളൂ. ദ്രൗപദി, ഒന്നുമില്ലാത്ത നിന്റെ ഭർത്താവിനോടൊത്ത് നീയും വനത്തിൽ പോകേണ്ടി വരുമല്ലോ. വേണമെങ്കിൽ ഞങ്ങളിൽ ഒരാളുടെ കൂട്ടത്തിൽ സുഖമായി കൊട്ടാരത്തിൽ തന്നെ കഴിയാം. പാണ്ഡവർക്കിത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ദുര്യോധന, 13 വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിവരും. അന്ന് ഇതിനൊക്കെ ഞങ്ങൾ പകരം വീട്ടുക തന്നെ ചെയ്യും. ദുര്യോധനന്റെ പ്രവൃത്തി ഗാന്ധാരിയെ വിഷമിപ്പിച്ചു. കുരുവംശത്തിൽ പിറന്ന നീ ഇത്രയ്ക്ക് അധപ്പതിച്ചല്ലോ ദുര്യോധന. ഗാന്ധാരി കുന്തിയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ 13 വർഷം കടന്നുപോയി. സൂചി കുത്താനുള്ള ഇടം പോലും തരില്ലെന്ന് ദുര്യോധനൻ തീർത്തു പറഞ്ഞപ്പോൾ പാണ്ഡവർ യുദ്ധത്തിനൊരുങ്ങി. വീരന്മാർ വേണ്ടത്ര പാണ്ഡവപക്ഷത്തുണ്ട്. പോരെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണനും. എൻ്റെ പുത്രന്മാരെ കുറിച്ചോർക്കുമ്പോൾ ഭയമാവുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൂടി ദുര്യോധനനെ പിന്തിരിപ്പിക്കാനൊരു ശ്രമം നടത്തി. മകനെ, പാണ്ഡവരുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും യുദ്ധത്തിനൊരുങ്ങുന്നത് ബുദ്ധിയാണോ? പിന്മാറുന്ന പ്രശ്നമേയില്ല. ഈ യുദ്ധത്തിൽ പാണ്ഡവരെ നാം തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണൻ പാണ്ഡവപക്ഷത്താണെങ്കിൽ വിജയം പാണ്ഡവർക്കായിരിക്കുമെന്നത് സുനിശ്ചിതമാണ്. ചെന്ന് കൃഷ്ണനെ അഭയം പ്രാപിക്കൂ. ശ്രീകൃഷ്ണന് ഈ ലോകത്തെ ഒന്നോടെ നിഗ്രഹിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ പോലും ഞാൻ അയാളോട് ഒരിക്കലും സഹായം അഭ്യർത്ഥിക്കില്ല. പെട്ടെന്ന് ഗാന്ധാരി പൊട്ടിത്തെറിച്ചു. അഹങ്കാരി, സഹോദരങ്ങളോട് യുദ്ധം ചെയ്യാൻ നിനക്കിത്ര കൊതിയോ? ഭീമന്റെ കൈകൊണ്ട് മരിക്കുന്ന ദിവസം അച്ഛൻ്റെ വാക്കുകൾ നീ ഓർമ്മിക്കും. ദുര്യോധനന്റെ മനം മാറ്റാൻ ശ്രീകൃഷ്ണനും ശ്രമിച്ചു നോക്കി. ദുര്യോധന, പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം വിട്ടുകൊടുക്കൂ. കൃഷ്ണ, അങ്ങ് എപ്പോഴും പാണ്ഡവർക്കു വേണ്ടിയല്ലാതെ എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടോ? നിനക്ക് സന്തുഷ്ടിയോടെ ജീവിതം നയിക്കാൻ പാതി രാജ്യം തന്നെ ധാരാളമല്ലേ? യുദ്ധം നാശത്തിനാണു മകനെ. അമ്മേ, അമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. യുദ്ധം അടുത്തപ്പോൾ അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. മകനെ, നിനക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹമുണ്ടാവും. നന്മയുടെ പക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. അമ്മയുടെ വാക്കുകൾ സത്യമാകുമെന്ന് ദുര്യോധനന് അറിയാമായിരുന്നു. ഞങ്ങൾ ജയിക്കുമെന്ന് ഒരിക്കലെങ്കിലും ആ നാവുകൊണ്ട് പറയില്ലേ അമ്മേ? എനിക്കിതേ പറയാനാവൂ. മകനെ, നന്മയുള്ളിടത്ത് വിജയം സുനിശ്ചിതമാവും. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. നീണ്ട 18 ദിവസങ്ങൾ ആ ഘോരയുദ്ധം നീണ്ടുനിന്നു. ആയിരങ്ങൾ മരിച്ചു വീണു. ഏറെ നാശമുണ്ടായത് കൗരവപക്ഷത്തായിരുന്നു. ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ സമീപിച്ചു. ഗാന്ധാരി, നമ്മുടെ പക്ഷത്ത് ഇനി അവശേഷിക്കുന്നത് 3 പേർ മാത്രം. ആരൊക്കെയാണവർ? നമ്മുടെ പുത്രന്മാരിൽ ആരുമില്ല ഗാന്ധാരി. 100 പുത്രന്മാരുണ്ടായിരുന്ന നമുക്ക് ഒരു മകൻ പോലും അവശേഷിച്ചിട്ടില്ലെന്നോ? ഇല്ല. എല്ലാം നഷ്ടപ്പെട്ട ആ ദമ്പതികൾ ഏറെ താമസിയാതെ ഹസ്തിനപുരം വിട്ടു. ഗാന്ധാരിയുടെ ഉള്ളിൽ മെല്ലെ കോപം ആളിപ്പടർന്നു. ഗാന്ധാരിയുടെ കോപം ആപത്തുണ്ടാക്കുമെന്നറിഞ്ഞ് വ്യാസമഹർഷി അവിടെ എത്തിച്ചേർന്നു. ഗാന്ധാരി, നിന്റെ വികാരം എനിക്ക് ഊഹിക്കാനാവുന്നുണ്ട്. പക്ഷേ കോപം നിന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. പാണ്ഡവർ ചെയ്യേണ്ടതേ അവർ ചെയ്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് നീ മാപ്പ് കൊടുക്കണം. ശപിക്കരുത്. വ്യാസമഹർഷിയുടെ വാക്കുകൾ ഗാന്ധാരിയുടെ കോപം തണുപ്പിച്ചു. പാണ്ഡവരോടും ദ്രൗപദിയോടുമൊപ്പം കൃഷ്ണൻ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രരെയും കാണാനെത്തി. ആഹ്ലാദിക്കാൻ ഇനി ഇതിൽ പരം എന്തു വേണം അല്ലേ? പാണ്ഡവർ മൗനമായി നിന്നതേയുള്ളൂ. ഭീമ, എനിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നില്ലാതെ നീ എല്ലാവരെയും കൊന്നൊടുക്കി.
അന്ധയായ ഈ സാധുവിനു വേണ്ടി അവരിൽ ഒരാളെയെങ്കിലും ജീവിക്കാൻ നീ എന്തേ വിട്ടില്ല? വെറും ഒരാളെ. എന്നോട് പൊറുക്കൂ അമ്മേ. പക്ഷേ അവർ ഞങ്ങളോടു കാട്ടിയ കടും കൈകൾ അമ്മയ്ക്കും അറിവുള്ളതാണല്ലോ. ഭീമൻ പറഞ്ഞത് നേരാണെന്നോർത്ത് ഗാന്ധാരി പിൻവാങ്ങി. എവിടെ രാജാവ്? യുധിഷ്ഠിരൻ പതുക്കെ മുന്നോട്ടു വന്നു. എന്നെ അമ്മ ശപിച്ചാലും ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തില്ല. ഗാന്ധാരിയുടെ മനസ്സിലൂടെ പലതും മിന്നിമറഞ്ഞു. നന്മ വിജയിക്കുമെന്ന് ഞാൻ തന്നെയല്ലേ പ്രവചിച്ചത്? പക്ഷേ ഞാൻ അവരുടെ അമ്മയായി പോയില്ലേ. എൻ്റെ ദേഷ്യം എങ്ങനെയും അടക്കിയേ തീരൂ. യുധിഷ്ഠിരൻ കാൽ തൊട്ട് വന്ദിക്കാൻ മുന്നോട്ടാഞ്ഞതും ഗാന്ധാരിയുടെ നോട്ടം അറിയാതെ അദ്ദേഹത്തിൻ്റെ കാൽവിരലിൽ പതിഞ്ഞു. ഗാന്ധാരിയുടെ കണ്ണിൽ നിന്നു പുറപ്പെട്ട കോപാഗ്നിയിൽ യുധിഷ്ഠിരൻ്റെ കാൽവിരലിലെ നഖം കത്തിക്കരിഞ്ഞുപോയി. ഇതുകണ്ട് മറ്റുള്ളവർ ആശങ്കയോടെ തമ്മിൽ തമ്മിൽ നോക്കി. പക്ഷേ ഗാന്ധാരിയുടെ കോപം ആറിത്തണുത്തിരുന്നു. മകനെ, വിഷമിക്കരുത്, സമാധാനിക്കുക. ഉറ്റവരുടെ മരണാനന്തര കർമ്മങ്ങൾ നിറവേറ്റാനായി അവർ യുദ്ധഭൂമിയിലേക്ക് യാത്രയായി. ശവശരീരങ്ങൾ നിറഞ്ഞ പടക്കളത്തിൽ അവർ എത്തി. കണ്ണു മൂടിക്കെട്ടിയ ഗാന്ധാരിക്ക് അകക്കണ്ണിലൂടെ അവിടത്തെ രംഗങ്ങൾ കാണാൻ കഴിഞ്ഞു. നോക്ക് കൃഷ്ണ, അലമുറയിട്ട് ഉഴറി നടക്കുന്ന ആ സ്ത്രീകളെ അങ്ങ് കാണുന്നില്ലേ? സ്വന്തം പുരുഷന്മാരുടെ മൃതദേഹം തേടുകയാണവർ. പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയിരുന്ന വീരന്മാർ അതാ വെറും നിലത്ത് കിടക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അതാ അവരെ കൂമനും കഴുകനും കൂവി വിളിക്കുന്നത് കേട്ടുറങ്ങുന്നു. അലമുറയിട്ട് നടന്നു നീങ്ങിയ ഗാന്ധാരി അടുത്തുള്ള മൃതദേഹം ദുര്യോധനൻ്റേതാണെന്ന് മനസ്സിലാക്കി. എൻ്റെ പൊന്നുമോനെ, കഷ്ടം. വൃദ്ധയായ ഈ ഞാൻ ജീവിച്ചിരിക്കെ കരുത്തനായ നീ എന്നെ വിട്ടു പോയല്ലോ. കൃഷ്ണ, മിണ്ടാത്തതെന്ത്? ഈ കാഴ്ച അങ്ങയെ തെല്ലും വേദനിപ്പിക്കുന്നില്ലേ? സ്വന്തം പുത്രനെ തടയാൻ അമ്മയും ഒരിക്കൽ ശ്രമിച്ചതല്ലേ? അന്ന് കേൾക്കാത്തതിൻ്റെ ഫലമാണിത്. പക്ഷേ ലോകനാഥനായ അവിടുത്തേക്ക് ഈ നാശം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ കൃഷ്ണ? സമാധാനം സംരക്ഷിക്കാനായി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതുകൊണ്ട് അങ്ങാണിതിനൊക്കെ കാരണക്കാരൻ. കൃഷ്ണന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങയെ പ്രാണനു തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇതിന് മാപ്പ് നൽകാൻ എനിക്കാവില്ല. ഞാനിതാ ശപിക്കുന്നു. ഇന്നേക്ക് 36 വർഷം കഴിയുമ്പോൾ യാദവകുലം ഒന്നാകെ ഇതുപോലെ തമ്മിൽ തല്ലി നശിക്കും. ഒരു വേടൻ്റെ അമ്പുകൊണ്ട് അങ്ങും മരിക്കും. സ്വന്തം പുത്രനെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ മഹാദുരന്തം ഒഴിവാക്കാമായിരുന്നു. സാരമില്ല, ശാപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഗാന്ധാരി പുത്രന്മാരുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഗംഗയെ ലക്ഷ്യമാക്കി നടന്നു.